ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സോയ ചങ്ക്സ് വളരെയധികം ഹൈ റിച്ച് പ്രോട്ടീനുള്ളൊരു ഫുഡാണ്. 500 ഗ്രാം സോയ ചങ്ക്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഇത് നമ്മൾ വെന്തതിന് ശേഷം ഇത് മാറ്റി വെക്കുക. പാൻ ചൂടാവുന്ന സമയം 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഇനി നീളത്തിലരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു 3 ചെറിയ പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാനിവിടെ 3 ചെറുതാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എരിവ് കൂടുതലാണെങ്കിൽ ഒരെണ്ണം തന്നെ ധാരാളം. ഞാനിവിടെ 3 ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം സവാള ഒരു 2 സവാള ഞാൻ നീളത്തിലരിഞ്ഞ് നല്ല കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ഇതിൽ ചേർത്തെടുക്കുക. ആ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ സവാള പെട്ടെന്ന് വഴണ്ട് വരാൻ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. ഒരുപാട് ഉപ്പിടാൻ ശ്രമിക്കരുത്, കാരണം നമ്മൾ സോയ ചങ്ക്സിൽ നമ്മൾ ഉപ്പിട്ടാണ് അത് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഈ വെന്തിരിക്കുന്ന സോയ ചങ്ക്സിൽ ധാരാളം വെള്ളമുണ്ട് കേട്ടോ. അതൊന്ന് പിഴിഞ്ഞ് കളയണം, കാരണം വെള്ളത്തിലിട്ട് നമ്മളിത് വേവിച്ചതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വെള്ളം അബ്സോർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയണം, അല്ലെങ്കിൽ കറിയിൽ ഇത് വെള്ളം ഊറി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ഇവിടെ ചെയ്യുന്നത്. നന്നായിട്ട് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ വെക്കുക. നമ്മളിനി സവാള അപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഈ ഒരു കളറിലാവണം. നന്നായിട്ട് വഴണ്ട് ആ ഒരു പച്ചമണമൊക്കെ എല്ലാത്തിൻ്റെയും മാറി വരുന്ന ടൈമിലാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് ചേർക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു. പിന്നെ ഗരം മസാല ഞാനിവിടെ പൊടിയല്ല, ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കതാണ് ഇഷ്ടം. പിന്നെ പൊടി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിത് അടി പിടിക്കാനോ കരിഞ്ഞു പോകാനോ സാധ്യത കൂടുതലായിട്ടുള്ളൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ സോയ ചങ്ക്സ് ഇടാൻ ടൈമായി. അപ്പോൾ നമ്മൾ ഈ സോയ ചങ്ക്സ് ഇട്ടതിന് ശേഷം ഈ മസാലകളെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സോയ ചങ്ക്സിൻ്റെ ഉള്ളിലേക്കൊക്കെ ഈ മസാല നന്നായിട്ട് ഇറങ്ങണം. അപ്പോൾ അത് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ മസാലകളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന്, നമുക്ക് അത് ഓപ്ഷണലാണ്, ഞാനിവിടെ ചേർക്കുന്നത് തക്കാളി, ഒരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ചാറ് കൂടി ഇതിലോട്ടൊന്ന് ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ഒന്ന് സ്മാഷ് ചെയ്ത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതൊരു ചെറിയൊരു പുളിപ്പ് പോലെയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റാണത്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യാനുള്ള, തീ കൂട്ടി വെക്കരുത്, കാരണം ഇത് കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെജ് നോൺ വെജ് ആയിട്ടുള്ളവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയോട് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഞാൻ ലാസ്റ്റ് ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു പച്ച മണം നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പിലയായിട്ട് ലാസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ധാരാളം ഫൈബറും ഒമേഗ 3 ഫാറ്റി ആസിഡും ധാരാളമായിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ സോയ ചങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫുഡാണ് സോയ ചങ്ക്സ്. വെജിറ്റേറിയൻ മീറ്റ്സ് എന്നാണ് കേട്ടോ സോയ ചങ്ക്സിൻ്റെ മറ്റൊരു പേര്. എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന പ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.